ആള് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കുറച്ച് നാൾ മുമ്പ് നമുക്കൊരു വണ്ടി വന്നിരുന്നു. വണ്ടി ആക്സിഡന്റ് വണ്ടിയായിരുന്നു. ഫ്രണ്ട് അത് തട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. റേഡിയേറ്റർ കണ്ടൻസറൊക്കെ ഡാമേജ് ആയിട്ട് ഇന്നർ സൈഡിലേക്ക് പോയ നിലയിലായിരുന്നു വണ്ടി. അപ്പുറം ക്രൂസ് ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളുടെ ഗാരേജിലേക്കല്ല വന്നത്, നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. ലോക്ക്ഡൗൺ സമയമൊക്കെ ആയിരുന്നു. ഇവർ കാസർഗോഡുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു. കാസർഗോഡിൽ നിന്ന് എറണാകുളത്തേക്ക് പോണ വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി എറണാകുളത്തുള്ള ഒരു ഷോറൂമിൽ കൊണ്ടുവിടുകയുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടൈം ലേറ്റായ കാരണം നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ചെയ്യാൻ കുഴപ്പമില്ല, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിലേക്ക് വന്നാൽ മതി, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളുടെ വീടിൻ്റെ അഡ്രസ്സിലേക്ക് വണ്ടി ടോയിൻ ചെയ്ത് കൊണ്ടുവന്നു. അതിനുശേഷം ആ വണ്ടിയുമ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിരുന്നില്ല. വണ്ടി ടോയിൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ പറമ്പിൻ്റെ അവിടേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി വീടിൻ്റെ ആ ഭാഗത്തേക്ക് കയറ്റാനായിട്ട് നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം റിമൂവ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഫ്രണ്ടേജ് റിമൂവ് കാര്യങ്ങളെല്ലാം ചെയ്ത് റേഡിയേറ്റർ കണ്ടൻസർ കാര്യങ്ങളെല്ലാം എഞ്ചിനിൽ നിന്ന് തള്ളി മാറ്റി എടുത്തതിന് ശേഷം റിമൂവ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി അതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വർക്ക് തുടക്കം മുതലും ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓരോ പാർട്സും വാങ്ങണ കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാൻ ആ വണ്ടിയിലിരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ നിങ്ങളോട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നോവ ബേസ് കോട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബോണറ്റും സാധനങ്ങളൊക്കെ ഞാൻ മുന്നേ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അതേപോലെ തന്നെ റേഡിയേറ്ററും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബമ്പർ, അതേപോലെ ബാക്ക് ബമ്പർ, സൈഡ് കട്ട്, ഡിക്കി ക്രോം, ടെയിൽ ലാമ്പ്, ബമ്പർ റിഫ്ലക്ടർ, അതേപോലെ ഗ്രില്ല് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ. കുറച്ചധികം സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടൻസർ വാങ്ങണം. ഈ സ്പീഡ് കണ്ടൻസർ ആക്സിഡൻറ്റിൽ ഡാമേജ് ആയിരുന്നു. അതേപോലെ തന്നെ കൂളൻറ്റിൻ്റെ ടാങ്ക്, അതേപോലെ നമ്മുടെ ഫാനിൻ്റെ മൗണ്ട് വാങ്ങണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പൈസയൊക്കെ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനം ഉണ്ടെന്ന് അതൊന്നും ഒരുപാട് പൈസ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വാങ്ങേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ബമ്പർ, ബാക്കിലെ ബമ്പർ, സൈഡ് സ്കട്ട് എന്തായാലും വാങ്ങി അതും പെയിൻറ്റിങ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാം കേട്ടോ. ഏകദേശം 10-20 സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്മളെ ഈ ഒരു വണ്ടിയുടെ വർക്ക് എന്ന് പറയുന്ന ഒരു വ്ളോഗിൽ, അതായത് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നുള്ള രീതിയിലാണ് ഈ വണ്ടിയുടെ വർക്കിൻ്റെ വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓരോ പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ അട്ടിയിൽ വിശാലമായിട്ടുള്ള സൗകര്യം. നമ്മളുടെ കസിനും കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ പാർട്സ് വാങ്ങാനായിട്ട് പോകാനായിട്ട്. അവൻ എന്തായാലും തൃശ്ശൂർ പോകേണ്ട ആവശ്യമുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങണത്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ ഗാരേജിലേക്ക് ഓർഡർ ചെയ്ത് 3-4 വണ്ടിയുടെ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ എന്തായാലും ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് ഓരോന്ന് നിങ്ങളെ ഡീറ്റെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജിസുട്ടൻ നമ്മുടെ അനിയനാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് സാധനം എടുക്കാൻ നമുക്ക് കാണാം.
നമ്മളുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നമ്മുടെ അനിയനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഗാരേജിലേക്ക് എത്താണ്. എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങളെ ഇറക്കുമ്പോൾ കാണിച്ചു തരാം. ഫൈനലി പാർട്സ് എല്ലാം പർച്ചേസ് ചെയ്ത് നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കാം. പട്ടി ഒച്ചെടുക്കലുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് സൈഡ് സ്കർട്ടിംഗ് ആണ്, നമ്മുടെ ആക്യുറേറ്റിന്റെ സ്കർട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൈഡ് ഇത് ഫ്രണ്ട് ബമ്പർ, ആക്യുറേറ്റിന്റെ ബമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ഇത് കൂളന്റിന്റെ ടാങ്കാണ്. കൂളന്റിന്റെ ടാങ്കും ആക്യുറേറ്റിന്റെ ഇപ്പം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പം അത് കാരണം ആക്യുറേറ്റിന്റെ തന്നെ വാങ്ങി. ഫ്രണ്ടിലെ ഗ്രില്ല് ആക്യുറേറ്റ് തന്നെയാണ്. ബമ്പറിന്റെ ഹോൾഡർ, അതേപോലെ സ്പോയിലർ ഇത് ഒറിജിനൽ സ്പോയിലർ അല്ല, ഒറിജിനൽ സ്പോയിലർ വേറെ വരുന്നുണ്ട്. ഇത് സെക്കൻഡ് ക്വാളിറ്റി സ്പോയിലറാണ് കേട്ടോ. ഫെൻഡർ ലൈനിങ് നിലവിൽ നല്ല ക്വാളിറ്റി ഏതാണോ വരുന്നത് ആ ക്വാളിറ്റിയിലുള്ള ഫെൻഡർ ലൈനിങ് ആണ് കേട്ടോ. ബാക്കിലെ ബമ്പർ ആക്യുറേറ്റിന്റെ ബമ്പർ തന്നെയാണ്. ഇത് നമ്മുടെ ഫാനിന്റെ കവറാണ് കേട്ടോ. പിന്നെ വെതർ സ്ട്രിപ്പ്, അവിടെ ജെന്യൂൻ വെതർ സ്ട്രിപ്പാണ്. പിന്നെ അത് AC യുടെ കണ്ടൻസറാണ്. AC കണ്ടൻസർ ഡാമേജ് ആയിരുന്നു. അപ്പോൾ AC യുടെ കണ്ടൻസർ വാങ്ങിയിട്ടുണ്ട്. എന്താണ് വൈപ്പർ ബ്ലേഡ് പോർഷൻ ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ആക്യുറേറ്റിൻ്റെ ബോണറ്റിന് വരുന്ന ക്രോമ്, ഡിക്കിന് വരുന്ന ക്രോമാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ ബോഡി പാർട്സ് ആയിട്ട് ഫുൾ വാങ്ങാനുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ്, അതുപോലെ ടൈലൈറ്റ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റും ടൈലൈറ്റൊക്കെ വാങ്ങിയിട്ടോ. ഞാനെല്ലാം പോയി, അനിയനാണ് പോയി. അപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് ഹെഡ്ലൈറ്റ് എല്ലാ വീഡിയോയിലും കാണുന്നതായിരിക്കും തന്നെ പാക്കൊക്കെ ചെയ്ത പോലെ നോക്കട്ടെ. യെസ്, പിന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വയ്ക്കുന്നത്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ടൈലൈറ്റ്, പിന്നെ ഫോഗ് ലാമ്പും സാധനങ്ങളും. എവിടെ ഫോഗ് ലാമ്പ്? ആ, ബാക്കിൽ. LED റിഫ്ലക്ടർ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഹാൻഡിലിൻ്റെ ക്രോം വാങ്ങിയിട്ടുണ്ട്. ഡെലയുടെ ഫോഗ് ലാമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ വർക്ക് പ്രോഗ്രസ് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ റേഡിയേറ്റർ സാധനങ്ങളെല്ലാം പുതിയ സെറ്റ് ചെയ്തു. അതേപോലെ കൂളൻറ്റിൻ്റെ ടാങ്ക് ചേഞ്ച് ചെയ്തു. കണ്ടൻസർ പുതിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു കവറ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കവറും പുതിയ സെറ്റ് ചെയ്ത് ഇങ്ങനെയായിരുന്ന വണ്ടി തന്നെ ഈ ടൈപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇനിയിപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം. സ്റ്റാർട്ടാണ് വണ്ടി ഓൾറെഡി. എന്നാലും കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ക്ലിയർ ചെയ്ത് ഇതിൻ്റെ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാണ്ട് ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യണം. ഹോണും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഫൈനൽ. അപ്പോൾ വണ്ടി നമ്മളുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ റേഡിയേറ്റർ കണ്ടൻസറൊക്കെ ഫിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് ഇടണം. അതേപോലെ തന്നെ സീറ്റ് കവറിൻ്റെ വർക്കുകളുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് സീറ്റ് കവറിൻ്റെ വർക്കുകളുണ്ട്. അപ്പോൾ അത് സീറ്റും കൊണ്ടുവരണം. നമ്മൾക്ക് ആദ്യം ഗ്ലാസ്സുകളും അതേപോലെ തന്നെ AC ഗ്യാസ് കയറ്റാനായിട്ട് പോവാം കേട്ടോ.
അപ്പോൾ വണ്ടി ഗ്ലാസ്സൊക്കെ ഇട്ട് വന്നിട്ട് വണ്ടി ഫുള്ളായിട്ട് തന്നെ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു മെറൂൺ ടൈപ്പ് കളറാണ് സീറ്റിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സീറ്റ്. ഞാൻ ആദ്യം ആ കളർ കണ്ടപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ഒരു മെറൂൺ ടൈപ്പ് കളർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ബ്രൗൺ ഒരു വേറൊരു കളർ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ ഭയങ്കര ലുക്കായി. അതിൽ നൈലോൺ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വൈറ്റ് കളറ് നൈലോൺ സ്റ്റിച്ചിങ് കൊടുത്തപ്പോൾ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമ്മളുടെ ഫുൾ വർക്ക് റേഡിയേറ്ററിൽ കൂളൻ്റ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു. AC-യുടെ ഗ്യാസ് ഫില്ല് ചെയ്തു. ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് റീപ്ലേസ് ചെയ്തു. അതേപോലെ ഫ്ലോർ നിലവിൽ ഫ്ലോർ മാറ്റ് ഉണ്ടായിരുന്നു, വിരിച്ചിട്ടുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് ഇടുക ചെയ്തിരിക്കുന്നത്. അതേപോലെ സീറ്റൊക്കെ ചെയ്ത് വണ്ടി ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു സിനിമാറ്റിക് ഷോട്ടൊക്കെ കണ്ടിട്ട് പോകാം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. I've been thinking about you, and I've been thinking about our love and how much I miss you. I miss being around you, hearing your laugh and holding your hand. I think of you every day. I hope and I wish that you're doing okay. I want us to go back to the old days because I miss you and I just thought of you. Idea of you listening to this, the thought of you on the other side of the line, I can't hang up. I don't want this to end. Not again. I don't know if you miss me too, but I hope you do. Even if things never go back to what we were, what I became so used to, what I thought would be forever. അപ്പോൾ ഡാമേജ് പാർട്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യേണ്ട വന്ന പാർട്സുകൾ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയേറ്റർ കണ്ടൻസർ, ഫാനിൻ്റെ കവർ, കൂളൻ്റിൻ്റെ ടാങ്ക്, പിന്നെ ക്രോസ് ബാർ, നമ്മുടെ ലോക്ക് സെറ്റ് ഇരിക്കുന്ന ആ ഒരു ക്രോസ് ബാർ റീപ്ലേസ് ചെയ്തു, സെൻറ്ററിൽ വരുന്ന സ്റ്റെയർ റീപ്ലേസ് ചെയ്തു. സോ സാധനങ്ങൾ നമ്മൾ ഇന്നർ സൈഡിൽ വശങ്ങളിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ അപ്രാം ക്രോസ് ബെൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നില്ല. അത് നമ്മൾ റിപ്പയർ ചെയ്ത് വലിച്ച് ക്ലിയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ പിന്നെ കസ്റ്റമറുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പ്രൊജക്ടർ, ബാക്ക് LED ടൈൽ ലാമ്പ്, ടൈപ്പ് 4 കൺവേർഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ബോണ്ട് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു, ബമ്പർ സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു, ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തു, ബാക്ക് LED ടൈൽ ലൈറ്റ് കൊടുത്തു, കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി വൈറ്റ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നോവയ്ക്ക് പറഞ്ഞ 040 എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് കളർ ഫുൾ പെയിൻറ്റിങ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. വീലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള വീൽ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവധിയായതുകൊണ്ട് ഞാൻ വീഡിയോ പെട്ടെന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. വീൽ ക്യാപ്പ് ഇട്ടിട്ടില്ല വണ്ടി. വീൽ ക്യാപ്പ് ഇട്ടാലും ഒന്നുകൂടി നമ്മളുടെ ആ ഒരു ലുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. പിന്നെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ വെതർ സ്റ്റിപ്പും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു. ബാക്കിലെ ബമ്പർ റിഫ്ലക്റ്റ് LED കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു വർക്കിന് തന്നെ 15,000 രൂപയുടെ അടുത്ത് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ പാർട്സിൻ്റെ എമൗണ്ടുകൾ റേഡിയേറ്റർ കണ്ടൻസറൊക്കെ ആ പാർട്സിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വന്നു. അതേപോലെ കൺവെർഷൻ ചാർജ് 1,20,000 രൂപയുടെ കൺവെർഷൻ ചെയ്തു. പിന്നെ ഫോഗ് ലാമ്പ് 1300 ഫോഗ് ലാമ്പിന് വന്നു. പിന്നെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചിങ് ചെയ്തിട്ടാണ് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ വന്ന് വണ്ടി ഫൈനൽ ലുക്കായിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയുമേ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ അല്ല ഇത്, എല്ലാ വീഡിയോയിലും പറയണ മാതിരി ചെറിയ വീഡിയോ അല്ല. കാരണം ഈ വണ്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ പാർട്സ് വാങ്ങാൻ പോയതടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാർ ഗാരേജിൻ്റെ ഇനിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ അറിയാനും കൂടി സാധിക്കും എന്നുള്ളത് എനിക്കൊരു സന്തോഷമാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ വീഡിയോ കാണുന്നത് വഴി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. അപ്പോൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.